ഇനി ഇവിടെ രമേഷ്ജിയുടെ കുറേ ശിഷ്യന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം രമേഷ്ജിയുടെ ശിഷ്യർ. വിജയ് സേരൻ ബോംബെയിൽ വെച്ചിട്ട് മലയാളിയാണ്. ബോംബെയിൽ ജനിച്ചു വളർന്ന, പൂനെയിൽ ജനിച്ചു വളർന്ന മലയാളിയാണ്, മഹാരാഷ്ട്രൻ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു എൻ്റെ കോൺസേർട്ടിലാണ് വരുന്നത് അല്ലേ? ട്രെയിനിൽ ഒരാൾ മൃതകം കൊണ്ടിറങ്ങുന്നു, സന്താനം മൃതകം വായിക്കുന്നു. അദ്ദേഹത്തിനെ യാദൃച്ഛമായിട്ട് കാണുന്നു. ഞാൻ ചെന്ന് ചോദിക്കുക, എനിക്കൊരു ഗുരു വേണമെന്ന, പരിചയമില്ല. അദ്ദേഹമാണ് വിളിക്കുന്നത്. ഈ അമ്പലത്തിൽ ഗുരുജിയുടെ പ്രോഗ്രാമുണ്ട്, അന്ന് വരണം. അന്ന് ചെല്ലുകയും പിന്നെ വീട്ടിൽ പോയി. പിന്നെ വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഗുരുജിയുടെ വീട്ടിൽ വൈകുന്നേരം പോകും, രാത്രി അവിടെ കിടക്കും. ഗുരുജി എന്നെ തട്ടി വിളിക്കും രാവിലെ 3 മണിക്ക് കോഫിയും കൊണ്ട് തന്നിട്ട്. അങ്ങനെ പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. നമ്മുടെ മോത്തിരാം നായർ സംഗീത വിദ്യാലയ 3-4 സ്ഥലത്തല്ല കേരളത്തിൽ അങ്ങിങ്ങും ഉണ്ട്. അപ്പം അവിടെ ഗുരുജിയുടെ അണ്ടറിൽ പഠിപ്പിക്കാനുള്ളൊരു ഭാഗ്യം. പിന്നെ വിജയൻ വെച്ചാൽ ഒരു എല്ലാം ഒരു മൾട്ടി, അതേപോലെ ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും, തബല വായിക്കും, ഫ്ലൂട്ട് വായിക്കും, ഹാർമോണിയം വായിക്കും, ഗിറ്റാർ വായിക്കും. ഇങ്ങനെയൊക്കെ ഒരു കഴിവുണ്ട്. അതിൻ്റെ ഉള്ളിൽ എഴുതാനുള്ള കഴിവ്. ഒരു കാര്യം വിജയസേനെ പറ്റുമ്പോൾ മേഘമൽഹാറിൽ അതിൻ്റെ ടൈറ്റിൽ നമ്മൾ യൂസ് ചെയ്ത വേർഡ്സ് ഉണ്ടല്ലോ, അത് വിജയസേനൻ്റെ വേർഡ്സാണ്. അത് ഇത്രേ കാലമായിട്ട് എനിക്കറിയില്ല. അതൊരു വലിയൊരു കാര്യമാണ്. അത് എനിക്ക് അത്ഭുതമാണ്. बिन पानी बरखा बरस रे मुझे मुबानी. बहादुर. അയ്യോ, അതിന് ഞാൻ കരുതലുണ്ടല്ലോ. ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. അതില് ഞാൻ ടൈറ്റിൽസ് എന്നുള്ള രീതിയിൽ ഞാനത് വിട്ടു. ശ്യാമാജി എത്ര വർഷമായി എന്നോട് പഠിക്കുന്നത് അല്ലേ? 18 years ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മാധവം വന്നുണഞ്ഞുല്ലോ, അതിൻ്റെ ഫീമെയിൽ പാട്ട് അന്ന് പാടിയിട്ടുള്ളത് ശ്യാമാജിയാണ്. പിന്നെ അതിൽ വേറെ എന്തായിരുന്നു, പിന്നെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആൽബം രാധേശ്യാം, അതിൽ ഉള്ള അഷ്ടപതി എല്ലാം പാടിയിട്ടുള്ളത്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾസ് വരും, ഓരോ മാസത്തിൽ ഒരു കോളെങ്കിലും വരും ആ ആൽബത്തിനെ പറ്റിയിട്ട്. അതിൻ്റെ വോയിസ് മുഴുവൻ ശ്യാമയാണ്. ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ട്, എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന്. ആ ഔട്ട്പുട്ട് കേട്ടാലേ മ്യൂസിക് ഇസ് സോ ഗ്രേറ്റ്. വസീം രാജ. ഞാൻ സാറിൻ്റെ അടുത്ത് കൊച്ചിലെ എൻ്റെ അമ്മയും അമ്മാവനും സാറിൻ്റെ അടുത്ത് അന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. സാർ എറണാകുളത്ത് അന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ അമ്മയുടെ കൂടെ കൂട്ടിനായിട്ടാണ് ആദ്യം പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സാർ അങ്ങനെ പാടാൻ പറഞ്ഞു. അങ്ങനെ പാടി കഴിഞ്ഞാൽ സാറ് പറഞ്ഞാൽ നീ പഠിക്കുന്നു. അങ്ങനെ എന്നിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് സാറിൻ്റെ ഇതിൽ വരുന്നത്. അഭിലാഷ് പ്രായത്തിലേറ്റവും അഭിലാഷ് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ആദ്യമായിട്ട് സാറിനെ പരിചയപ്പെടുന്ന ഒരു കോമ്പറ്റീഷനിൽ പാടുമ്പോൾ സാറ് ജഡ്ജായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ സാറിൻ്റെ വീട് അന്വേഷിച്ചു. തൊട്ടടുത്ത ദിവസം ആ കോമ്പറ്റീഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ജോയിൻ ചെയ്തു, ക്ലാസ്സിന് ജോയിൻ ചെയ്തു.